ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ മക്കളുടെ സോഷ്യൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്റർ ആണ്. ടുവാർഡ്സ് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി എന്നാണ് കേട്ടോ ഈ യൂണിറ്റിന്റെ പേര്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതിന്റെ മലയാളം മീഡിയം ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മലയാളം മീഡിയം ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേണ്ടിയിട്ട് എടുത്തേക്കാം. ആവശ്യമുള്ളവർ കണ്ടു നോക്കാം കേട്ടോ. അപ്പൊ ശരി, ക്ലാസ്സിലേക്ക് അടക്കാം. പാഠം തുടങ്ങുന്ന സമയത്ത് നോക്കൂ, ഇവിടെ കുറച്ച് കൂട്ടുകാർ സ്റ്റഡി ടൂർ പോവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണല്ലേ. ആസ് പാർട്ട് ഓഫ് ദെയർ സ്റ്റഡി ടൂർ ഇൻ സെർച്ച് ഓഫ് ഹിസ്റ്റോറിക്കൽ റിമെയിൻസ്, ദ ചിൽഡ്രൻ ഓഫ് കാറ്റാടിക്കുന്ന് ഗവൺമെന്റ് യു പി സ്കൂൾ വിസിറ്റഡ് പ്ലേസസ് ലൈക്ക് കണ്ടനശ്ശേരി, മുനിയാട്ടുകുന്ന് ആൻഡ് കുടക്കല്ല് പറമ്പ് ആൻഡ് ദ ശക്തൻ തമ്പുരാൻ മ്യൂസിയം ഇൻ തൃശൂർ ഡിസ്ട്രിക്ട്. Let's get familiarized with a part of Richu's travel that conveys the information gathered during the study tour. അപ്പോൾ കാറ്റാടിക്കുന്ന് ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾ അവരുടെ സ്റ്റഡി ടൂറിന്റെ ഭാഗമായിട്ട് ഹിസ്റ്റോറിക്കൽ റിമൈൻസ് കണ്ടുപിടിക്കാനുള്ള സ്റ്റഡി ടൂറാണ്, അതിനെക്കുറിച്ച് പഠിക്കാനുള്ള സ്റ്റഡി ടൂറാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർ കുറച്ച് പ്ലേസസിലേക്കൊക്കെ പോവുകയാണ്. അതുപോലെ ശക്തൻ തമ്പുരാന്റെ മ്യൂസിയത്തിലേക്കും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള മ്യൂസിയം വിസിറ്റ് ചെയ്യാനും അവർ പോകുന്നുണ്ട്. ഈ സ്റ്റഡി ടൂർ കഴിഞ്ഞ ശേഷം റിച്ചു എഴുതിയ ഒരു ട്രാവലോഗ് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. അത് വായിച്ചു നോക്കൂ. A journey in search of historical remains. Richu's class 6B, Government UPS, Katadikunnu. From the plain area, we started climbing up the hill. It was an amazing journey through small bushes, steep slopes, and rocky cliffs. This trip really surprised us. എന്താ പറഞ്ഞ മക്കളെ, ആ പ്ലെയിൻ ഏരിയയിൽ നിന്ന് നിരപ്പായ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ആ കുന്നിന്റെ മുകളിലേക്ക് കയറാനായിട്ട് തുടങ്ങി. അവിടെ എന്തായിരുന്നു, ഞങ്ങൾക്ക് വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു ഞങ്ങളുടേത്. ത്രൂ ദ സ്മോൾ ബുഷസ്, ചെറിയ ചെടികൾക്കിടയിലൂടെ, പിന്നെ അതുപോലെ നല്ല സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പുകള്, ചരിവുകള്, പിന്നെ അതുപോലെ പാറയുടെ വിടവുകൾ, അതൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കണ്ട കാഴ്ചകളൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഈസോ, കുടക്കല്ല്, അംബ്രല്ല സ്റ്റോൺ, തൊപ്പിക്കല്ല്, ക്യാപ് സ്റ്റോൺ ആൻഡ് മുനിയറ, ഡോൾമെൻ മെയ്ഡ് ഓഫ് സ്റ്റോൺ ഇൻ ഡിഫറെന്റ് പ്ലേസസ്. അപ്പൊ അവര് കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ 3 സംഭവങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് കുടക്കല്ല്, പിന്നെ ഒന്ന് തൊപ്പിക്കല്ല്, പിന്നെ അതുപോലെ മുനിയറ. ദ വൺസ് ഷേപ്ഡ് ലൈക്ക് അംബ്രല്ലാസ് വർ കുടക്കല്ല്. അംബ്രല്ലയുടെ ഷേപ്പിലുള്ള അല്ലെങ്കിൽ കുടയുടെ ആകൃതിയിലുള്ള കല്ലുകളെയാണ് നമ്മൾ കുടക്കല്ല് എന്ന് പറയുന്നത്. ദ ക്യാപ് ഷേപ്ഡ് വൺസ് വർ തൊപ്പിക്കല്ല്. അതുപോലെ തൊപ്പിയുടെ ആകൃതിയിലുള്ള കല്ലുകളെ തൊപ്പിക്കല്ലെന്നും ആൻഡ് ദ കേവ് ലൈക്ക് വൺസ് വർ മുനിയറാസ്. ഗുഹ പോലെയുള്ള ആകൃതിയിലുള്ള കല്ലുകളെ മുനിയറ എന്നും വിളിക്കുന്നു. ഇപ്പറഞ്ഞ 3 എന്താണ് മക്കളെ, ഹിസ്റ്റോറിക്കൽ റിമൈൻസ് ആണ് കേട്ടോ. These were built by humans who lived centuries ago. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യരാണ് ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. Our teacher told us about this historical relics in detail. ഞങ്ങളുടെ ടീച്ചർ ഇതിനെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. To learn more about this, we went to the ശക്തൻ തമ്പുരാൻ മ്യൂസിയം in തൃശ്ശൂർ ടൗൺ. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് തൃശ്ശൂർ ടൗണിലുള്ള ശക്തൻ തമ്പുരാൻ മ്യൂസിയത്തിലേക്ക് ഞങ്ങൾ പോയി. The museum had a collection of the stone monuments similar to the ones that we have seen in different places, and its models along with descriptions were also displayed. We were really amazed to see the iron weapons, tools, pots, ornaments and coins collected from these stone monuments. എന്താ പറഞ്ഞിട്ടുള്ള മക്കളെ, ഈ സ്റ്റോൺ മോമെന്റ്സിൽ നിന്ന് ഇതൊക്കെ എന്താണ്, കല്ലുകൊണ്ടുള്ള ശവകുടീരങ്ങളാണ് കേട്ടോ. ഈ ശവകുടീരങ്ങളിൽ നിന്നുള്ള ഒരുപാട് സംഭവങ്ങൾ ഞങ്ങൾ കണ്ട ഇതേ സംഭവങ്ങൾ ഞങ്ങൾക്ക് ഈ മ്യൂസിയത്തിൽ കാണാൻ പറ്റി. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, അന്നത്തെ കാലത്ത് ആദ്യ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന അയൺ വെപ്പൺസും ടൂൾസും പോട്ട്സും ഓർണമെന്റ്സും കോയിൻസും എല്ലാം ഈ മൊമെന്റ്സിൽ ഉണ്ടായിരുന്നു. അതായത് ഒരാൾ മരിക്കുന്ന സമയത്ത്, അന്നത്തെ കാലത്ത് ആൾ മരിക്കുന്ന സമയത്ത് അയാളുടെ ബിലോങ്ങിങ്സ് ഒക്കെ എന്താണ്, അയാളുടെ ഈ കല്ലറയിൽ തന്നെ കുഴിച്ചു മൂടുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അവരുടെ ശവകുടീരത്തിൽ കുഴിച്ചു മൂടിയിട്ടുള്ള ഒരുപാട് പുരാതന വസ്തുക്കളും ഞങ്ങൾക്ക് മ്യൂസിയത്തിൽ കാണാനായിട്ട് സാധിച്ചു എന്നാണ് റിച്ചു പറയുന്നത്. Have you grown for study tours like this? Do you write and present about such experiences? അപ്പൊ നിങ്ങളും ഇതുപോലെയുള്ള സ്റ്റഡി ടൂറിന് പോവാറുണ്ടോ? നിങ്ങൾ കാണുന്ന കാഴ്ചകളൊക്കെ ഇതുപോലെ എഴുതി വെക്കാറുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. വാട്ട് ആർ ദ ഹിസ്റ്റോറിക്കൽ റിമെയിൻസ് ഡിസ്ക്രൈബ്ഡ് ഇൻ റിച്ചൂസ് ട്രാവലോഗ്? റിച്ചുവിന്റെ ട്രാവലോഗിൽ മെൻഷൻ ചെയ്ത ഹിസ്റ്റോറിക്കൽ റിമെയിൻസ് ഏതൊക്കെയാണ്? കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയാറ. ഷാൾ വി എക്സ്പ്ലോർ മോർ അബൌട്ട് ദീസ് ഹിസ്റ്റോറിക്കൽ റിമെയിൻസ്? നമുക്കിനി ഈ ഹിസ്റ്റോറിക്കൽ റിമെയിൻസിനെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. മെഗാലിത്തിക് ഏജ്. കുടക്കല്ല്
or umbrella stone. Toppikalle means capstone and Munieras dolmens made of granite and laterite are known as megalithic monuments. അപ്പോൾ ഈ കുടക്കല്ലും തൊപ്പിക്കല്ലും മുനിയറയൊക്കെ എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്? വലിയ കല്ലുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ പാറകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. Since these are made of huge stones or stone slabs, they are called megalithic monuments. അപ്പോൾ ഇങ്ങനെ വലിയ കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് തന്നെയാണ് അവയെ മെഗാലിത്തിക് മോണുമെന്റ്സ് എന്ന് വിളിക്കുന്നത്. The period during which these stone monuments were built is known as the megalithic age. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോൺ മോണുമെന്റ്സ് ഒക്കെ ഉണ്ടാക്കിയിരുന്ന ഈ കാലഘട്ടത്തെ മെഗാലിത്തിക് ഏജ് എന്നാണ് വിളിക്കുന്നത്. The evidences of the megalithic age are found in most parts of South India. സൗത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും നമുക്ക് ഇതിന്റെ എവിഡൻസസ്, തെളിവുകൾ ശേഖരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. മറയൂർ, ചേരമങ്ങാട്, കുപ്പക്കൊല്ലി ആൻഡ് മങ്ങാട് ഇൻ കേരള. കേരളത്തിലുള്ള മറയൂര്, ചേരമങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്കതിന്റെ എവിഡൻസസ് കാണാം. അതുപോലെ ആദിച്ചനല്ലൂർ ഇൻ തമിഴ്നാട്, ബ്രഹ്മഗിരി ഇൻ കർണാടക ആൻഡ് നാഗാർജുനകൊണ്ട ഇൻ ആന്ധ്രാപ്രദേശ് ആർ ഇമ്പോർട്ടൻറ്റ് മെഗാലിത്തിക് സൈറ്റ്സ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില മെഗാലിത്തിക് സൈറ്റ്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഈ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏത് പാർട്ടാണെന്ന് നമുക്ക് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കൂ. സൗത്ത് ഇന്ത്യ കംപ്രൈസസ് ദ സദേൺ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഓഫ് കർണാടക, തമിഴ്നാട്, കേരള, ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന, ആസ് വെൽ ആസ് ദ യൂണിയൻ ടെറിട്ടറീസ് ഓഫ് പുതുച്ചേരി ആൻഡ് ലക്ഷദ്വീപ്. അപ്പോൾ ഇന്ത്യയുടെ സൗത്ത് പാർട്ടിലുള്ള കർണാടക, തമിഴ്നാട്, കേരള, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയിട്ടുള്ള സ്റ്റേറ്റുകളും അതുപോലെ യൂണിയൻ ടെറിട്ടറീസ് ആയിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടുള്ള പുതുച്ചേരിയും ലക്ഷദ്വീപും ചേർന്നതാണ് സൗത്ത് ഇന്ത്യ. പിന്നെ നമുക്കവിടെ മെഗാലിത്തിക് മോണ്യുമെന്റ്സിന്റെ ചില എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. തൊപ്പിക്കല്ലിന്റെ പിക്ചർ, മുനിയറ, കുടക്കല്ല്, കല്ലറ, നാട്ടുകല്ല്, ഇതിന്റെയൊക്കെ ഫോട്ടോസാണ് നമുക്കവിടെ തന്നിട്ടുള്ളത്. Megalithic monuments are associated with ancient burial practices. Such stone monuments were constructed for burying the remains of the dead. Since numerous iron tools were found from megalithic monuments, this period is also known as the Iron Age. Along with the remains of the dead, ornaments, weapons, tools, vessels, and coins that they used were also found from megalithic monuments. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഒരാളെ നമ്മൾ നേരത്തെ പറഞ്ഞു, പുരാതന രീതിയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ അടക്കം ചെയ്യുന്ന രീതികളാണ് ശരിക്ക് ഇതൊക്കെ വന്നിട്ടുള്ളത്. ഈ കുടക്കല്ലും തൊപ്പിക്കല്ലും മുനിയറയും കല്ലറയും ഒക്കെ വന്നിട്ടുള്ളത്, നാട്ടുകല്ലും ഒക്കെ വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള സ്റ്റോൺ മോണ്യുമെന്റ്സ് ഒക്കെ എങ്ങനെയാണ് ആളുകളെ അതിൽ അവരെ മരിക്കുന്ന സമയത്ത് അവരെയും അതുപോലെ അവരുടെ ബിലോങ്ങിങ്സ് ആയിട്ടുള്ള ബാക്കി അയൺ ടൂൾസും ഓർണമെന്റ്സും വെസൽസും കോയിൻസും ഒക്കെ ഇതിനോടുകൂടെ അടക്കം ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മെഗാലിത്തിക് മോണ്യുമെന്റ്സിൽ നിന്ന് ഒരുപാട് അയൺ ടൂൾസ് കണ്ടെത്തിയത് കൊണ്ട് തന്നെ അന്നത്തെ ആളുകൾ കൂടുതലായിട്ട് അയൺ ടൂൾസ് ഉപയോഗിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുകയും ഈ പീരിയഡിനെ അയൺ ഏജ് എന്ന് വിളിക്കുകയും ചെയ്തു. ഇനി നമുക്ക് അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ഗിവൻ വർക്ക്ഷീറ്റ് റിലേറ്റഡ് ടു മെഗാലിത്തിക് മോണ്യുമെന്റ്സ് ഇൻ സൗത്ത് ഇന്ത്യ. നമുക്കവിടെ മെഗാലിത്തിക് മോണ്യുമെന്റ്സുമായി ബന്ധപ്പെട്ടൊരു ടേബിളാണ് തന്നിട്ടുള്ളത്, അത് പൂരിപ്പിച്ചു കൊടുക്കണം. ടേബിളിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കാര്യം മേജർ മെഗാലിത്തിക് സൈറ്റ്സ്, പ്രധാനപ്പെട്ട മെഗാലിത്തിക് സൈറ്റ്സ് ഏതൊക്കെയാണ്? കേരളത്തിലുള്ളത് മറയൂര്, പിന്നെ തമിഴ്നാടുള്ളത് ആദിച്ചനല്ലൂർ, ആന്ധ്രാപ്രദേശിലുള്ളത് നാഗാർജുനകൊണ്ട, കർണാടകയിലുള്ളത് ബ്രഹ്മഗിരി. മേജർ മെഗാലിത്തിക് മോണ്യുമെന്റ്സ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില മെഗാലിത്തിക് മോണ്യുമെന്റ്സിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ, നാട്ടുകല്ല്, കല്ലറ, ഇതൊക്കെയാണ്. തിങ്സ് ബറീഡ് വിത്ത് റിമെയിൻസ് ഓഫ് ദ ഡെഡ്. ഇനി മരിച്ചവരുടെ കൂടെ ബറി ചെയ്തിരുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു? ഓർണമെന്റ്സ്, വെപ്പൺസ്, ടൂൾസ്, വെസൽസ്, കോയിൻസ്. ദി അയൺ ഏജ് ഇൻ സൗത്ത് ഇന്ത്യ. ഒബ്സർവ് ദ ഫിഗർ ഓഫ് ടൂൾസ് ആൻഡ് വെപ്പൺസ് ഓഫ് ഡിഫറെന്റ് ഷേപ്സ് ആൻഡ് സൈസസ് യൂസ്ഡ് ഡ്യൂറിംഗ് ദ അയൺ ഏജ്. അയൺ ഏജിലുള്ള ആളുകൾ ഉപയോഗിച്ചിരുന്ന വ്യത്യസ്ത രീതിയിലുള്ള ടൂൾസുകളും വെപ്പൺസുമാണ് ഇവിടെ പിക്ചറിൽ തന്നിട്ടുള്ളത്. അതായത് ആദിച്ചനല്ലൂരിൽ നിന്നും നമുക്ക് തമിഴ്നാട്ടിലുള്ള ആദിച്ചനല്ലൂരിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള ചില വെപ്പൺസ് ആണ് കേട്ടോ ഇതൊക്കെ. ദിസ് ഇൻക്ലൂഡ്സ് നൈഫ്, സ്വാഡ്, സിക്കിൾ, സ്പിയർ ഹെഡ്, ട്രൈപോഡ് ആൻഡ് ലാംപ്സ് മെയ്ഡ് ഓഫ് അയൺ. ഇതിൽ ഉള്ളത് എന്തൊക്കെയാണ്? അയൺ കൊണ്ട് നിർമ്മിച്ച കത്തികളും വാളുകളും അരിവാളുകളും ഒക്കെയാണ് കേട്ടോ. The use of iron helped in the agricultural progress of the megalithic age. Megalithic culture is the creation of people who progressed from food gathering to food production. അപ്പൊ അന്നത്തെ കാലത്ത് ഈ അയൺ കൊണ്ടുള്ള ടൂൾസ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അവർക്ക് അഗ്രികൾച്ചറിൽ, കൃഷിയിൽ വളരെ മികച്ച പ്രോഗ്രസ് ഉണ്ടായിരുന്നു.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഫുഡ് ഗ്യാദർ ചെയ്തിരുന്ന ആളുകൾ, അതായത് ഭക്ഷണം ഇങ്ങനെ ശേഖരിച്ച് നടന്നിരുന്ന ആളുകൾ ഫുഡ് പ്രൊഡക്ഷനിലേക്ക് എത്തിയ, ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയ ആളുകളുടെ ഈ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ശരിക്കും അയണേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അന്നത്തെ അയണേജിലെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ മെഗാലിത്തിക് ഏജിന്റെ കാലഘട്ടത്തിലാണ് മനുഷ്യർ ശരിക്കും ഫുഡ് ഗ്യാദറിങ്ങിൽ നിന്നും ഫുഡ് പ്രൊഡക്ഷനിലേക്ക് എത്തിയത് എന്ന് നമുക്ക് പറയാം. സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ സൗത്ത് ഇന്ത്യ. ഇനി സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റേറ്റ് ഫോർമേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ ഏൻഷ്യൻ തമിഴകത്തിന്റെ ഒരു മാപ്പാണ് തന്നിട്ടുള്ളത്. അതിൽ നോക്കിയാൽ നമുക്കറിയാം ചേരാസ്, ചോളാസ്, പാണ്ഡ്യാസ് 3 വിഭാഗങ്ങളെ തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഉറയൂർ, മധുരൈ, വഞ്ചി തുടങ്ങിയിട്ടുള്ള ക്യാപിറ്റൽസ്. ചോളാസിന്റെ ക്യാപിറ്റൽ ഉറയൂർ, പാണ്ഡ്യാസിന്റെ ക്യാപിറ്റൽ മധുരൈ, ചോരാസിന്റെ ക്യാപിറ്റൽ വഞ്ചി. അതും നമുക്ക് മാപ്പിൽ നിന്ന് മനസ്സിലാക്കാം. ഒബ്സർവ് മാപ്പ് 8.1 which present day states do the colored regions of the map represent. ഈ മാപ്പ് നോക്കിയിട്ട് ഇന്നത്തെ കാലത്തുള്ള കേരളത്തിലെ കേരളത്തിലല്ല, ഇന്ത്യയിലെ ഏതൊക്കെ സ്റ്റേറ്റുകളിലാണ് ഇതിന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. കർണാടക, തമിഴ്നാട്, കേരള, ആന്ധ്രാപ്രദേശ് എന്നീ 4 സ്റ്റേറ്റുകളിലാണ് നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നത്. The South Indian region, which is colored on the map, was known as Tamilagam in ancient time. അപ്പൊ ഈ 4 സ്റ്റേറ്റും ഉൾക്കൊണ്ടിട്ടുള്ള സൗത്ത് ഇന്ത്യയിലെ ഈ ഭാഗത്തെ പുരാതന കാലത്ത് തമിഴകം എന്നായിരുന്നു ഈ പാർട്ടിനെ വിളിച്ചിരുന്നത്. The main historical sources providing information about ancient Tamilagam are പഴന്തമിഴ് പാട്ടുകൾ, that means ancient Tamil songs, coins, travelogues, inscriptions and so on. അപ്പോൾ തമിഴകത്തെ കുറിച്ചുള്ള നമുക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ ലഭിക്കുന്നത് പഴന്തമിഴ് പാട്ടുകളിൽ നിന്നും അതുപോലെ അന്നത്തെ നാണയങ്ങളിൽ നിന്ന്, ട്രാവലോഗ്സിൽ നിന്ന് ഒക്കെ ആയിരുന്നു. Among this, more information can be found in Sangam literature, a collection of ancient Tamil songs. ഇതിൽ തന്നെ നമുക്ക് കൂടുതൽ അറിവുകൾ ലഭിച്ചത് സംഘം ലിറ്ററേച്ചറിൽ നിന്നാണ്. അതായത് പഴന്തമിഴ് പാട്ടുകളുടെ ഒരു കളക്ഷനാണ് സംഘം ലിറ്ററേച്ചർ. അതിൽ നിന്നാണ് നമുക്ക് അന്നത്തെ കാലത്തെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. ഇനി എന്താണ് സംഘം ലിറ്ററേച്ചർ എന്ന് നോക്കാം. സംഘം ലിറ്ററേച്ചറിലെ ഒരു പോം നമുക്ക് താഴെ തന്നിട്ടുണ്ട്, 2 ലൈൻസ് മാത്രം. നോക്കൂ. യാതും ഊരൈ യാവരും കേളിർ, തീതും നണ്ടും പിറർ തര വാര. ഇത് പുറനാനൂറ് എന്നുള്ള അവരുടെ ഒരു പോയത്തിൽ നിന്നുള്ള 2 ലൈൻസ് ആണ് കേട്ടോ. എവ്രിവേർ ഈസ് അവർ ലാൻഡ്, എവ്രി വൺ ഈസ് അവർ കിങ്, neither evil nor good comes from others. ഈ ലൈൻസിന്റെ മീനിങ് ആണ് നമുക്ക് അവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. The lines given above are from പുറനാനൂറ്, എ സംഘം ലിറ്റററി വർക്ക്. ഇത് സംഘം ലിറ്റററിയുടെ ഒരു വർക്കാണ് പുറനാനൂറ് എന്ന് പറയുന്നത്. അതിൽ നിന്നുള്ള 2 ലൈൻസ് ആണ് തന്നിട്ടുള്ളത്. ദ സംഘംസ് വർ ഗ്രൂപ്സ് ഓഫ് തമിഴ് പോയറ്റ്സ് സെന്റേർഡ് അറൌണ്ട് മധുരൈ. മധുരൈ കേന്ദ്രമാക്കിയിട്ടുണ്ടായിരുന്ന കുറച്ച് തമിഴ് പോയറ്റ്സ് ആണ് സംഘം ഗ്രൂപ്പിൽ വരുന്നത്. ദീസ് സംഘംസ് കളക്റ്റഡ് ആൻഡ് പ്രിസർവ്ഡ് ദ സോങ്സ് ഓഫ് ദ സിംഗേഴ്സ് ഓഫ് ദാറ്റ് ടൈം. ഈ സംഘം ഗ്രൂപ്പ്സ് എന്ത് ചെയ്തു, ആ സമയത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഏൻഷ്യന്റ് ഹ്യൂമൻസ് പ്രിസർവ് ചെയ്ത് അവർ എഴുതിയിട്ടുള്ള പോയിംസ് പ്രിസർവ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഒരു പുതിയ ഒരു ബുക്സ് അല്ലെങ്കിൽ അതിന്റെ ഒരു കളക്ഷൻ ഉണ്ടാക്കി. Therefore, the songs are referred to as Sangam works and this period is called the Sangam age. അതുകൊണ്ട് ഇങ്ങനെയുള്ള അവരുണ്ടാക്കിയ വർക്ക്സിനെ സംഘം വർക്ക്സ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ ആ കാലഘട്ടത്തെ സംഘം ഏജ് എന്ന് പറയുന്നു. ലൈക്ക് പുറനാനൂറ്, മെനി അതർ ലിറ്റററി വർക്ക്സ് വർ കമ്പോസ്ഡ് ഡ്യൂറിങ് ദാറ്റ് ടൈം. അപ്പോൾ ഈ പുറനാനൂറ് പോലെ തന്നെ വേറെയും ഒരുപാട് വർക്കുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്, കമ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദെൻ സംഘം വർക്ക്സിനെ കുറിച്ച് ചെറിയൊരു റെഫറൻസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കൂ. Sangam works. Sangam works are generally classified into 2, Agam songs and Puram songs. The Agam songs refer to the family life and social life. The Puram songs refer to the economic, political and military life. ഇപ്പൊ സംഘം സോങ്സിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് അകം സോങ്സ്, പിന്നെ പുറം സോങ്സ്. അകം സോങ്സിൽ പെടുന്നത് എന്തൊക്കെയാണ്, ഫാമിലി ലൈഫ്, അതുപോലെ സോഷ്യൽ ലൈഫ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പുറം സോങ്സിൽ പെടുന്നത് എക്കണോമിക്, സാമ്പത്തികപരമായിട്ടും പൊളിറ്റിക്കൽ ആയിട്ടും പിന്നെ അതുപോലെ മിലിറ്ററി ലൈഫും ഒക്കെയാണ് പുറം സോങ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ലെറ്റ്സ് ഗെറ്റ് ഫെമിലിയർ വിത്ത് സം ഇമ്പോർട്ടൻറ്റ് സംഘം ലിറ്റററി വർക്ക്സ്. ഇനി നമുക്ക് സംഘം ലിറ്റററി വർക്ക്സിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സംഘം ലിറ്റററി വർക്ക്സ് നോക്കാം. അതിലൊന്ന് കുറുന്തോക്കെ, പിന്നെ രണ്ടാമത്തേത് നറ്റിണை, അകം 400, ദെൻ പത്തിറ്റു 10. ഓക്കെ, ഇത്രയും 4 സംഘം ലിറ്റററി വർക്ക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വർക്ക്സ്.
In addition to Sangam literature, other Tamil literary works that provide information about ancient Tamilagam are Tirukural, Silappadigaram ആൻഡ് മണിമേഖല. അപ്പൊ സംഘം ലിറ്ററേച്ചർ കൂടാതെ തമിഴകത്തിലുള്ള പുരാതന തമിഴകത്തെ കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻസ് തരുന്ന മറ്റ് ലിറ്റററി വർക്ക്സ് ആണ് തിരുക്കുറലും പിന്നെ സിലപ്പതികാരവും മണിമേഖലയും ഒക്കെ കേട്ടോ. ഇനി ഈ 3 ലിറ്റററി വർക്ക്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. തിരുക്കുറൽ ഈസ് വൺ ഓഫ് ദ ഇമ്മോർട്ടൽ ലിറ്റററി വർക്ക്സ് ഇൻ തമിഴ് ലിറ്ററേച്ചർ. തിരുവള്ളുവർ ഈസ് ദ ഓതർ ഓഫ് ദ സ്പോക്ക്. തമിഴ് ലിറ്ററേച്ചറിലെ ഒരു ഇമ്മോർട്ടൽ ആയിട്ടുള്ള അനശ്വരമായിട്ടുള്ള ഒരു വർക്കാണ് തിരുക്കുറൽ എന്നുള്ളത്. തിരുവള്ളുവറാണ് ഇതിന്റെ ഓതർ. അടുത്തത് സിലപ്പതികാരമാണ്. ഇലങ്കോ അഡിഗൽ ഈസ് ദ ഓതർ ഓഫ് സിലപ്പതികാരം, വിച്ച് ടെൽസ് ദ സ്റ്റോറി ഓഫ് കണ്ണകി ആൻഡ് കോവലൻ. കണ്ണകിയുടെയും കോവലന്റെയും സ്റ്റോറി പറയുന്ന ഒരു തമിഴ് ലിറ്ററേച്ചറാണ് എന്ത് സിലപ്പതികാരം. അത് എഴുതിയത് ഇലങ്കോ അഡിഗലാണ് കേട്ടോ. ഇനി മണിമേഖല ഈസ് എ ബുക്ക് ദാറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് മണിമേഖല, ദ ഡോട്ടർ ഓഫ് കോവലൻ ആൻഡ് മാധവി. മാധവിയുടെയും കോവലന്റെയും മകളായിട്ടുള്ള മണിമേഖലയെ കുറിച്ച് പറയുന്ന സ്റ്റോറിയാണ് മണിമേഖല വാസ് കമ്പോസ്ഡ് ബൈ ചിത്തലൈ ചാത്തനാർ ആണ് എന്ത് മണിമേഖല എഴുതിയിട്ടുള്ളത്. ഇനി താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ലിസ്റ്റ് ദ മെയിൻ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ഏൻഷ്യൻ തമിഴകം. ഏൻഷ്യൻ തമിഴകത്തെ കുറിച്ച് നമുക്ക് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് തരുന്ന സോഴ്സസ് ഏതൊക്കെയാണ്? സംഘം വർക്ക്സ്, തിരുക്കുറൽ, സിലപ്പതികാരം, മണിമേഖല. സോഷ്യോ എക്കണോമിക് ലൈഫ് ഇൻ ദ സംഘം ഏജ്. ഇനി സംഘം ഏജിൽ ഉണ്ടായിരുന്ന സോഷ്യോ എക്കണോമിക് ലൈഫ് എങ്ങനെയായിരുന്നു, സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ജീവിത രീതി എങ്ങനെയൊക്കെയായിരുന്നു എന്നാണ് നോക്കുന്നത്. The ancient Tamil songs, including Sangam works, refer to the life of the people in ancient Tamilagam. These songs have references to the social life, agriculture, cattle rearing, salt extraction, and the exchange of goods. Let's examine the features of the socio-economic life during the Sangam age. അപ്പോൾ സംഘം വർക്ക്സിൽ നിന്ന് നമുക്ക് അന്നത്തെ കാലത്തുള്ള സോഷ്യൽ ലൈഫിനെയും എക്കണോമിക് ലൈഫിനെയും കുറിച്ചിട്ടുള്ള കുറച്ച് എവിഡൻസസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ അതിൽ അക്കോർഡിംഗ് ടു ദിസ് തമിഴ് വർക്ക്സ്, സംഘം വർക്ക്സ്, നമുക്ക് എന്ത് മനസ്സിലാക്കാം? അന്നത്തെ സോഷ്യൽ ലൈഫും പിന്നെ അവരുടെ പ്രധാന ഉപജീവന മാർഗമായിരുന്ന അഗ്രികൾച്ചർ, കൃഷിയും കാലി വളർത്തലും ഉപ്പ് കുറുക്കലും അതുപോലെ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സും ഉണ്ടായിരുന്നു. അതായത് വിപണികളുടെ കൈമാറ്റമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ടുള്ള സോഷ്യൽ ലൈഫിന്റെ കിട്ടുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? There existed a social division based on occupation. ജോലികളെ ബേസ് ചെയ്തിട്ട് ഓരോരുത്തരെ സോഷ്യലി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആളുകളെ തരം തിരിച്ചിട്ടുണ്ടായിരുന്നു. There were no social discrimination. സാമൂഹികമായിട്ടുള്ള അസമത്വങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജെൻഡർ ഇക്വാലിറ്റി എക്സിസ്റ്റഡ്. അതുപോലെ സ്ത്രീക്കും പുരുഷനും തുല്യ ഇക്വാലിറ്റി ആയിരുന്നു. ഇനി എക്കണോമിക് ലൈഫിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ലൈവ്ലിഹുഡ്. കാറ്റിൽ റിയറിംഗ്, ഫിഷിംഗ് ആൻഡ് ഹണ്ടിങ് വർ അതർ ലൈവ്ലിഹുഡ്. പ്രധാനമായിട്ടുള്ള ജീവിത മാർഗം എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. അതുകൂടാതെ കാലി വളർത്തലും മീൻപിടുത്തവും പിന്നെ വേട്ടയാടലും ഒക്കെ ഉപജീവന മാർഗമാക്കി മാറ്റിയവരും ഉണ്ടായിരുന്നു. There existed trade relations with foreign countries. വിദേശ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധം നിലനിന്നിരുന്നു. Pepper and other spices were the main items bought by foreigners. They brought here copper, silver, gold, etc. with them. അപ്പോൾ പ്രധാനമായിട്ട് ഫോറിനേഴ്സിന് കൈമാറ്റം ചെയ്തിരുന്നത് നമ്മുടെ കുരുമുളക് പോലെയുള്ള സ്പൈസസ് ആയിരുന്നു. അവർ അതിന് പകരമായിട്ട് നമുക്ക് കോപ്പർ, സിൽവർ, ഗോൾഡ് തുടങ്ങിയിട്ടുള്ള കോയിൻസും അല്ലെങ്കിൽ അതിൻ്റെ കോപ്പറും സിൽവറും ഗോൾഡും ഒക്കെ ഇങ്ങോട്ടേക്ക് തരികയും ചെയ്തിട്ടുണ്ട്. ഇനി അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രിപ്പയർ എ നോട്ട് കമ്പയറിംഗ് ദ സോഷ്യൽ ലൈഫ് ഓഫ് സംഘം ഏജ് വിത്ത് കണ്ടംപററി സോഷ്യൽ ലൈഫ്. സംഘം ഏജിൽ ഉണ്ടായിരുന്ന സോഷ്യൽ ലൈഫും ഇന്നത്തെ കണ്ടംപററി എന്ന് പറയുമ്പോൾ ഇന്നത്തെ സമകാലികമായിട്ടുള്ള സോഷ്യൽ ലൈഫും തമ്മിൽ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് മസ്റ്റ് ബി സെഡ് ദാറ്റ് ദ സോഷ്യൽ ലൈഫ് ഓൺ ദ സംഘം ഏജ് വാസ് സിമിലർ ടു കണ്ടംപററി ലൈഫ്. ഏകദേശം അന്നത്തെ സംഘം ഏജിലെ സോഷ്യൽ ലൈഫിനെ പോലെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ സോഷ്യൽ ലൈഫും വരുന്നത്. In the Sangam age, there existed a social division based on occupation. There were no social discriminations. At the same time, gender equality existed. Today's society does not accept distinction based on occupation or any other factors. Modern society maintains gender equality by ensuring the participation of women in all sectors. അപ്പം അന്നത്തെ കാലത്ത് നമ്മൾ പറഞ്ഞു ആളുകളെ ജോലിയുടെ ബേസിൽ തരം തിരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ സ്ത്രീക്കും പുരുഷനും തുല്യ ഇക്വാലിറ്റി ആയിരുന്നു. അപ്പം അതുപോലെ തന്നെയാണ് ഇന്നത്തെ കാലത്ത് ജോബിനെ ബേസ് ചെയ്തിട്ട് എന്തില്ല, തരംതിരിവില്ല എന്നേ ഉള്ളൂ, ഡിവിഷൻസ് ആക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇല്ല. അതുപോലെ തന്നെ ഇക്വാലിറ്റിയും ഇന്നത്തെ കാലത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തിണൈസ്. ഇനി എന്താണ് തിണകൾ എന്ന് നോക്കാം. Sangam works mention 5 geographical divisions based on its terrain,
which existed in ancient Tamilagam. ഏൻഷ്യൻ തമിഴകത്തിൽ ജിയോഗ്രഫിക്കൽ ഏരിയാസിനെ ബേസ് ചെയ്ത്, അതായത് ഭൂപ്രദേശങ്ങളെ ബേസ് ചെയ്ത് 5 ഡിവിഷൻസ് ആയിട്ട് തിരിച്ചിരുന്നു എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ദിസ് ആർ നോൺ ആസ് ഐന്തിണൈസ്. ഇതിനെ ഐന്തിണൈസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ദ ലൈഫ് സ്റ്റൈൽ ആൻഡ് ദി ലൈവ്ലിഹുഡ്സ് ഓഫ് ദ പീപ്പിൾ ഇൻ ഈച്ച് തിണൈ വേരിഡ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. ഓരോ തിണകളുടെ ആളുകളുടെയും അവരുടെ ഉപജീവന മാർഗം, അതായത് ജോബുകളും തൊഴിലുകളും പിന്നെ അവരുടെ ജീവിത രീതിയൊക്കെ അവര് താമസിക്കുന്ന ജിയോഗ്രഫിക്കൽ ഏരിയയ്ക്ക് അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമുക്കൊരു ടേബിളില് 5 തിണകളും അതുപോലെ അതിന്റെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, അവർ ഏത് തരത്തിലുള്ള ഭൂപ്രദേശങ്ങളിലായിരുന്നു ജീവിച്ചിരുന്നതെന്നും അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്തായിരുന്നു എന്നും ടേബിളിൽ തന്നിട്ടുണ്ട്. നോക്കൂ, ആദ്യത്തേത് കുറിഞ്ചി എന്ന് പറയുന്ന തിണയാണ് കുറിഞ്ചി. അവര് മെയിനായിട്ട് ജീവിച്ചിരുന്നത് ഫോറസ്റ്റ്, മൗണ്ടൻ, കാടുകളിലും മലകളിലും ഒക്കെ ആയിരുന്നു. അവരുടെ പ്രധാന ജോബ് അല്ലെങ്കിൽ ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഫോറസ്റ്റ് പ്രൊഡ്യൂസും ഹണ്ടിങ്ങും ആയിരുന്നു. അതായത് വനവിഭവങ്ങളുടെ ശേഖരണവും അതുപോലെ വേട്ടയാടലും ഒക്കെ ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ തിണ മുല്ലയാണ്. അവർ ജീവിച്ചിരുന്നത് ഗ്രാസ് ലാൻഡിലും ബുഷസിലും, അതായത് നമ്മുടെ പുൽമേടുകളിലും കുറ്റിക്കാടുകളിലും ഒക്കെ ആയിരുന്നു അവർ പ്രധാനമായിട്ടും ജീവിച്ചിരുന്നത്. അവരുടെ മെയിൻ ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് ക്യാറ്റിൽ റിയറിംഗ് ആയിരുന്നു, കാലി വളർത്തലായിരുന്നു. പിന്നെ അടുത്ത തിണ എന്ന് പറയുന്നത് പാലയാണ്. അവരുടെ ജിയോഗ്രഫിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത് അരിഡ് റീജിയൻ ആണ്. അരിഡ് റീജിയൻ എന്ന് പറയുമ്പോൾ വരണ്ടുണങ്ങിയ വരണ്ട പ്രദേശങ്ങളാണ് അവർ ജീവിച്ചിരുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ജീവിതമാർഗം റോബറി ആൻഡ് പ്ലണ്ടർ, കവർച്ചയും കൊള്ളയൊക്കെ ആയിരുന്നു അവരുടെ പ്രധാന ജീവിതമാർഗം. പിന്നെ മരുതം എന്നതാണ് അടുത്ത തിണ. അവർ ജീവിച്ചിരുന്നത് അഗ്രികൾച്ചറൽ ഫീൽഡ്സ്, വയലോരങ്ങളിലായിരുന്നു. അവരുടെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അഗ്രികൾച്ചർ ആയിരുന്നു, കൃഷിയായിരുന്നു. അഞ്ചാമത്തെ തിണ നെയ്തലാണ്. അവർ ജീവിച്ചിരുന്നത് കോസ്റ്റൽ റീജിയൻ ആയിരുന്നു, തീരപ്രദേശങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പ്രധാന ലൈവ്ലിഹുഡ് ഫിഷിങ്ങും സോൾട്ട് എക്സ്ട്രാക്ഷനും, മീൻപിടുത്തവും ഉപ്പുകുറുക്കലൊക്കെ ആയിരുന്നു. അപ്പൊ ടേബിൾ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് അവരുടെ ഓരോ ജോബും എന്തുമായിട്ട് റിലേറ്റഡ് ആണ്, അവർ ജീവിച്ചിരുന്ന ജിയോഗ്രഫിക്കൽ ഏരിയയുടെ ഫീച്ചേഴ്സുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലെ. എങ്ങനെയുള്ള പ്രദേശങ്ങളിലാണോ ജീവിക്കുന്നത് അവിടെ ചെയ്യാൻ പറ്റിയ ജോബുകളായിരുന്നു അവർ ചെയ്തിരുന്നത്. The resources produced in each തിണൈ were exchanged with other തിണൈസ്. ഓരോ തിണകളിലും ഉണ്ടാക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന പ്രൊഡക്ഷൻസ് അവർ മറ്റു തിണകളുമായിട്ട് വിൽപ്പനയ്ക്ക് വെച്ചു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തായിരുന്നു അവർ ജീവിച്ചിരുന്നത്. Such exchange of resources led to the formation of trade centers. These trade centers were known as അങ്ങാടീസ്, means markets. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്ചേഞ്ചസ് നടക്കുന്നത് കൊണ്ട് തന്നെ ഈ എക്സ്ചേഞ്ച് നടക്കുന്ന സ്ഥലങ്ങൾ രൂപം കൊണ്ടു. ഈ സ്ഥലങ്ങളെ അങ്ങാടി എന്നാണ് വിളിക്കുന്നത്, അങ്ങാടീസ് എന്നാണ് വിളിക്കുന്നത്, അഥവാ മാർക്കറ്റ്സ്. നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആളുകൾ വാണിജ്യത്തിൽ നിന്ന്, കച്ചവടത്തിൽ നിന്ന് അല്ലെങ്കിൽ കൈമാറ്റ സമ്പ്രദായത്തിൽ നിന്ന് അവിടെ നിന്ന് മാർക്കറ്റുകൾ, അങ്ങാടികൾ രൂപപ്പെട്ടത്, ചന്തകൾ രൂപപ്പെട്ടതൊക്കെ അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി അങ്ങാടീസിനെ കുറിച്ച് കുറച്ച് ഒരു ചെറിയ കാര്യം അവിടെ നമുക്കൊരു ഇത് കൊടുത്തിട്ടുണ്ട്, നോക്കൂ. അല്ലലവാണം ആൻഡ് നാലങ്ങാടി were the markets in ancient തമിഴകം. Allalavanam were evening markets and Nalangadi were daytime markets. Goods for the daily needs of the Tinay were exchanged here. അങ്ങാടികൾ 2 തരത്തിലുണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് അല്ലലാവണവും പിന്നെ ഒന്ന് നാലങ്ങാടിയും. അല്ലലാവണം രാത്രി നടത്തുന്ന സാധനങ്ങളുടെ എക്സ്ചേഞ്ച് ആയിരുന്നു. അന്തിച്ചന്ത എന്നായിരുന്നു പറഞ്ഞിരുന്നത്. മലയാളത്തിൽ അന്തിച്ചന്തകൾ എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ നാലങ്ങാടി എന്ന് പറയുന്നത് ഡേ ടൈം നടത്തുന്ന എക്സ്ചേഞ്ച് ആണ്, അതായത് പകൽ സമയങ്ങളിൽ നടത്തുന്ന എക്സ്ചേഞ്ച് ആയിരുന്നു നാലങ്ങാടി. Based on the names of the Tinay, divide the class into 5 groups and present a skit including their geographical features and livelihoods. ഇനി നിങ്ങളോട് 5 ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ട് ഈ ഓരോ തിണകളിലുള്ള ആളുകളുടെ ഉപജീവന മാർഗം എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് അതിനനുസരിച്ച് കോൺവെർസേഷൻസ് ഒക്കെ ആഡ് ചെയ്ത് സ്കിറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് പൊളിറ്റിക്കൽ സിസ്റ്റം ആണ്. ഏൻഷ്യൻ തമിഴകത്തിലുള്ള പൊളിറ്റിക്കൽ സിസ്റ്റം. ഒബ്സർവ് മാപ്പ് 8.1. ഐഡന്റിഫൈ ഫ്രം ദ മാപ്പ് ഹൂ ഗവേൺഡ് ഈച്ച് റീജിയൻ ഇൻ ഏൻഷ്യൻ തമിഴകം. നമ്മൾ മുൻപ് ഒരു 8.1 മാപ്പ് ഉണ്ടാക്കാണ്ടിരുന്നു അല്ലെ. അത് നോക്കിയിട്ട് ഏതൊക്കെ ഏൻഷ്യൻ തമിഴകം ഗവേൺ ചെയ്തിരുന്ന, റൂൾ ചെയ്തിരുന്ന റീജിയൻസ് ഏതൊക്കെയാണെന്നാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ചേരാസ്, ചോളാസ്, പാണ്ഡ്യാസ് എന്നീ 3 വിഭാഗങ്ങളായിരുന്നു അന്നത്തെ കാലത്ത് ഭരണം നടത്തിയിരുന്നത്. The Chera, Chola and Pandya who ruled ancient Tamilagam were collectively known as Moovendar or Moovarasar. Although many ruling powers existed in Tamilagam, the Moovendar had an authoritative position. These kings were referred to as Ko, Kon and Kodungo.
കടുങ്കോ. ഓക്കെ, അപ്പോൾ ഈ ചേര, ചോള, പാണ്ഡ്യ ഈ മൂന്ന് റൂളേഴ്സും എന്തായിരുന്നു? ഏൻഷ്യൻ തമിഴകം ഭരിച്ചിരുന്ന ഇവര് മൂവേന്തർ അല്ലെങ്കിൽ മൂവരസർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഏൻഷ്യൻ തമിഴകത്തിൽ ഒരുപാട് റൂളേഴ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇവർക്ക് എന്താണ് ഒരു പ്രത്യേക പൊസിഷൻസ് ഉണ്ടായിരുന്നു. ഇവരുടെ അധികാര പദവിയുള്ള സമയത്തുള്ള രാജാക്കന്മാര് കോ, കോൺ, കടുങ്കോ എന്നുള്ള പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ഇനിയൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒബ്സർവ് മാപ്പ് 8.1 ആൻഡ് ലിസ്റ്റ് ദ മൂവേന്തർ ആൻഡ് ദയർ ക്യാപിറ്റൽസ്. മാപ്പ് 8.1 റെഫർ ചെയ്തിട്ട് അതിൽ മെൻഷൻ ചെയ്ത മൂവേന്തറും അവരുടെ ക്യാപിറ്റൽസും ഏതൊക്കെയെന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. മൂവേന്തർ നമുക്കറിയാം, ചേര, ചോള, പാണ്ഡ്യ. ഇനി അതിന്റെ ക്യാപിറ്റൽസ് കൂടെ നോക്കണം. ചേരാസിന്റെ ക്യാപിറ്റൽ വഞ്ചിയാണ്, ചോളാസിന്റെ ക്യാപിറ്റൽ ഉറയൂർ, പാണ്ഡ്യാസിന്റെ ക്യാപിറ്റൽ മധുരൈ. ആഫ്റ്റർ ദ സംഗം ഏജ് ദ റീജിയൻസ് വിച്ച് വർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ചേരാസ് ലേറ്റർ കെയിം അണ്ടർ ദ പെരുമാൾ റൂളർ. അങ്ങനെ സംഗം ഏജിന്റെ അവസാനത്തിലേക്കായപ്പോൾ അല്ലെങ്കിൽ അതിനുശേഷം ചേരാസിന്റെ ഈ അധികാര പദവി ആരുടെ കീഴിലായി? പെരുമാൾ റൂളിന്റെ കീഴിലായി. Perumals of Mahodayapuram. In the 19th century CE, Perumal rule was established with its center at Mahodayapuram, Makotai, near present-day Kodunallur. The Perumals came to be known as later Cheras. The kings here adopted titles such as Perumal, Cheraman and Kulashekara. ഏകദേശം CE 9th സെഞ്ചുറി ആയ സമയത്താണ് പെരുമാൾ രാജവംശം ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ പെരുമാൾ ഭരണം ഉണ്ടായിട്ടുള്ളത്. അത് ഇന്നത്തെ കൊടുങ്ങല്ലൂരായിട്ടുള്ള, അന്ന് മഹോദയപുരം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്, അവിടെ ബേസ് ചെയ്താണ് ഉണ്ടായിട്ടുള്ളത്. പെരുമാൾസില് പിന്നീട് അവര് ചേരാസ് എന്നുള്ള പേരിൽ തന്നെ അറിയപ്പെട്ടു. അവരുടെ രാജവംശത്തിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാര് പെരുമാള്, ചേരമാന്, കുലശേഖര എന്നീ സ്ഥാനപ്പേരുകളിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇനി മഹോദയപുരത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അവിടെ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കൂ. മഹോദയപുരം വാസ് ദ ക്യാപിറ്റൽ ഓഫ് ദ പെരുമാൾസ് ഹു റൂൾഡ് ഫ്രം ദ 9th century CE ടു ദ ബിഗിനിങ് ഓഫ് 12th century CE. 9th century മുതൽ 12th century CE വരെ റൂൾ ചെയ്ത പെരുമാൾസിന്റെ ക്യാപിറ്റലാണ് മഹോദയപുരം. മഹോദയപുരം വാസ് ഫേമസ് ത്രൂ ഔട്ട് സൗത്ത് ഇന്ത്യ ആസ് എ പ്രോമിനന്റ് സെന്റർ ഓഫ് നോളജ് ആൻഡ് കൾച്ചർ. അപ്പൊ സൗത്ത് ഇന്ത്യ മുഴുവൻ ഏകദേശം സാംസ്കാരികപരമായിട്ടും അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടും വളരെയധികം പ്രശസ്തി നേടിയ ഒരു സ്ഥലം കൂടെയാണ് മഹോദയപുരം. രാമരാജശേഖരൻ, സ്തനു രവി, ഇന്ദുകോത ആൻഡ് ഭാസ്കര രവി വേർ ദ പ്രോമിനന്റ് റൂളേഴ്സ് ഓഫ് മഹോദയപുരം. മഹോദയപുരം ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട റൂളേഴ്സ് ആരൊക്കെയാണ്? രാമരാജശേഖരൻ, അതുപോലെ സ്തനു രവി, ഇന്ദുകോത, ഭാസ്കര രവി തുടങ്ങിയവരാണ്. പെരുമാൾ അഡ്മിനിസ്ട്രേഷൻ. ഇനി നമുക്ക് പെരുമാൾ ഭരണകാലത്ത് എങ്ങനെയൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഡ്യൂറിംഗ് ദ പെരുമാൾ റൂൾ ദ കിങ്ഡം വാസ് ഡിവൈഡഡ് ഇൻ ടു വേരിയസ് നാഡൂസ്. പെരുമാൾ ഭരണകാലത്ത് നമ്മുടെ രാജ്യത്തെ വിവിധ രീതിക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ നാഡ്സ് വർ ഫർദർ ഡിവൈഡഡ് ഇൻ ടു ദേശംസ്. നാടുകളെ പിന്നീട് എന്തായി? ദേശംസ് ആയി ഡിവൈഡ് ചെയ്തു. ആൻഡ് ദേശംസ് ടു കരാസ്. അതിനുശേഷം ദേശംസിനെ കരാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ദ നാഡ്സ് വർ അഡ്മിനിസ്ട്രേറ്റഡ് ബൈ നാടുവാഴീസ് and Deshams were administrated by Deshavazhis. Deshavazhis ruled under the control of Deshakootams, which were popular in their nature. The Panchayat ruled Karas. The Perumal was at the top of the administrative hierarchy. എന്താ പറഞ്ഞിട്ടില്ല മക്കളെ? നമ്മള് നാടുകളെ വീണ്ടും ദേശംസിനെ കരാസായും ഡിവൈഡ് ചെയ്തു. നാഡൂസിന്റെ ഭരണ ചുമതല ഉള്ളത് നാടുവാഴീസിനായിരുന്നു. ദേശംസിന്റെ ഭരണ ചുമതല ദേശവാഴീസിന്, അതുപോലെ കരാസിന്റെ ഭരണ ചുമതല പഞ്ചായത്സിനായിരുന്നു. ദേശവാഴീസ് റൂള് ചെയ്തിരുന്നത് ദേശകൂട്ടംസിന്റെ കൺട്രോളിലായിരുന്നു. പിന്നെ ഈ ഹൈറാർക്കിയിലെല്ലാം, ഈ വിഭജനത്തിലെല്ലാം ഏറ്റവും ഹയർ പൊസിഷനിൽ നിൽക്കുന്നത് ആരാണ്? പെരുമാളാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ കൺസെപ്റ്റ് മാപ്പ് റിലേറ്റഡ് ടു പെരുമാൾ അഡ്മിനിസ്ട്രേഷൻ. പെരുമാൾ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കൺസെപ്റ്റ് മാപ്പ് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, പെരുമാൾ കിങ്ഡം അതിലെ ഏറ്റവും ഇതിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിലുള്ളത് പെരുമാൾ കിങ്ഡം ആണ്. അത് റൂൾ ചെയ്തിരുന്നത് പെരുമാളാണ്. പിന്നെ അതിനെ നാഡൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. നാഡൂസ് റൂൾ ചെയ്തത് നാടുവാഴീസ് ആണ്. പിന്നെ ദേശംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ദേശവാഴീസ് ആണ് അതിനെ റൂൾ ചെയ്തത്. പിന്നെ ദേശംസിനെ കരാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിനെ റൂൾ ചെയ്തത് പഞ്ചായത്സ് ആണ്. എക്കണോമിക് ഡെവലപ്മെന്റ്. ഇനി അന്നത്തെ കാലത്തെ പെരുമാൾ അഡ്മിനിസ്ട്രേഷന്റെ കാലത്തുള്ള എക്കണോമിക് ഡെവലപ്മെന്റ്സിനെ കുറിച്ച് നോക്കാം.
There was a strong economic foundation during the region of Perimals. Along with agriculture, trade also flourished during that period. The spice trade with foreign countries and the customs duties, that means taxes collected through ports, resulted in the economic changes in the Perumal kingdom. The commercial activities of trading groups like Anjuvanam, Manigramam, Valanjiyar, and Nanadeshigal, which were prevalent throughout South India at that time, helped the economic development in this region. ഇപ്പൊ എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? കാര്യമായിട്ട് ഒന്നുമില്ല, സിമ്പിൾ ആണ്. ശക്തമായിട്ടുള്ള ഒരു എക്കണോമിക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സാമ്പത്തിക പുരോഗതി അല്ലെങ്കിൽ സാമ്പത്തിക അടിത്തറ, എക്കണോമിക് ഫൗണ്ടേഷന് ഈ പെരുമാൾ ഭരണകാലത്ത് ഉണ്ടായിരുന്നു. കൃഷിയോടുകൂടെ അവർക്ക് എന്തുണ്ടായിരുന്നു? ട്രേഡിംഗ് ഉണ്ടായിരുന്നു, അതായത് വാണിജ്യവും ഉണ്ടായിരുന്നു. വിദേശികളുമായിട്ടുള്ള എന്താണ് സ്പൈസസിന്റെ, അതായത് നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ഉണ്ടല്ലോ, പെപ്പർ, ഗ്രാമ്പു ഒക്കെ പോലെയുള്ള അതിന്റെ കച്ചവടവും, പിന്നെ അതുപോലെ ഈ തുറമുഖങ്ങളിലൊക്കെ നിന്ന് കിട്ടുന്ന ടാക്സുകളും അതിനെ കസ്റ്റം ഡ്യൂട്ടീസ് ടാക്സുകളും ഒക്കെ എന്താണ് ഈ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമായി, അല്ലെങ്കിൽ അന്നത്തെ എക്കണോമിക് സ്ഥിതി ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഉയർത്താനായിട്ട് സാധിച്ചു. അതുപോലെ അന്നത്തെ എക്കണോമിക് ഡെവലപ്മെന്റിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അന്നത്തെ ട്രേഡിംഗ് ഗ്രൂപ്പുകളായിട്ടുള്ള കച്ചവട സംഘങ്ങളായിട്ടുള്ള അഞ്ചുവാനം, അതുപോലെ മണിഗ്രാമം, വളഞ്ചിയാറ്, നാനാദേശികൾ തുടങ്ങിയ ഗ്രൂപ്പുകളാണ്. ഇനി അന്നത്തെ കാലത്തെ കൾച്ചറൽ ലൈഫ് നോക്കാം, സാംസ്കാരികപരമായിട്ടുള്ള ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ഡ്യൂറിംഗ് ദ പെരുമാൾ റൂൾ there were significant changes in the cultural sphere as well. നമ്മളുടെ എക്കണോമിക് ആസ്പെക്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ കൾച്ചറൽ ലൈഫിലും വളരെ നല്ല പുരോഗതി പെരുമാൾ അഡ്മിനിസ്ട്രേഷന്റെ കാലത്തുണ്ടായിരുന്നു. അന്നത്തെ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ടെമ്പിൾസ് എമേർജ്ഡ് ആസ് ദ കോർ ഓഫ് കൾച്ചറൽ ലൈഫ് ആസ് ദേ വേർ ദ സെന്റേഴ്സ് ഓഫ് അഗ്രേറിയൻ വില്ലേജസിന്റെ, അതായത് നമ്മുടെ കാർഷിക ഗ്രാമങ്ങളുടെ സെന്റർ എന്ന നിലയിൽ, കേന്ദ്രം എന്ന നിലയിലായിട്ട് ടെമ്പിളുകൾ ഉയർന്നു വന്നു, അമ്പലങ്ങൾ ഉയർന്നു വന്നു, അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ ഉയർന്നു വന്നു കേട്ടോ. The caste system emerged as people continued the same occupation traditionally from birth. അപ്പോൾ ജന്മസിദ്ധമായിട്ട് ഒരേ തരത്തിലുള്ള ആളുകൾ ഒരേ ഓക്യുപ്പേഷൻ ചെയ്യുന്നു, ഒരേ ജോലി ചെയ്യുന്നത് കൊണ്ട് അന്ന് ജാതി സമ്പ്രദായം ഉണ്ടായി. ആർക്കിടെക്ചർ, സ്കൾപ്ചർ, പെയിന്റിംഗ്, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്, ഡാൻസ് ആൻഡ് മ്യൂസിക് ഫ്ലറിഷ്ഡ് അറൌണ്ട് ടെമ്പിൾസ്. ക്ഷേത്രങ്ങളെ അഭിവൃദ്ധി പ്രാപിച്ച കാര്യങ്ങളായിരുന്നു ആർക്കിടെക്ചറും സ്കൾപ്ചറും, കളിമണ്ണ് കൊണ്ടുള്ള നിർമ്മാണങ്ങളും, അതുപോലെ പെയിന്റിങ്ങും, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കും, വാദ്യോപകരണങ്ങളുടേതും, ഡാൻസും, നൃത്തവും, അതുപോലെ സംഗീതവും ഒക്കെ. റിച്വലിസ്റ്റിക് ആർട്സ് ലൈക്ക് കൂത്ത് ആൻഡ് കൂടിയാട്ടം ഓൾസോ ഡെവലപ്ഡ് ഡ്യൂറിങ് ദിസ് പീരിയഡ്. ഈ സമയത്താണ്, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലാണ് കൂത്തിന്റെയും കൂടിയാട്ടത്തിന്റെയും ഒക്കെ ഉത്ഭവം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് നമ്മൾ കൊണ്ടാടുന്ന പ്രധാനപ്പെട്ട അനുഷ്ഠാന കലകളാണല്ലേ കൂത്തും കൂടിയാട്ടവും. അപ്പൊ അതൊക്കെ പെരുമാൾ അഡ്മിനിസ്ട്രേഷന്റെ കാലത്താണ് കേട്ടോ, അല്ലെങ്കിൽ പെരുമാൾ റൂളേഴ്സിന്റെ കാലത്താണ് ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്കിവിടെ കൂത്തിന്റെയും കൂടിയാട്ടത്തിന്റെയും ഓരോ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ. കളക്ട് പിക്ചേഴ്സ് ആൻഡ് ഇൻഫർമേഷൻസ് ഡെപ്പിക്റ്റിംഗ് കൾച്ചറൽ ചേഞ്ചസ് ഡ്യൂറിംഗ് ദ പെരുമാൾ റൂൾ ആൻഡ് പ്രിപ്പയർ ആൻ ആൽബം ഓർ ഡിജിറ്റൽ ആൽബം വിത്ത് ക്യാപ്ഷൻസ്. അപ്പോൾ പെരുമാൾ റൂളിന്റെ സമയത്തുണ്ടായിരുന്ന വികാസം പ്രാപിച്ച, അല്ലെങ്കിൽ അന്നത്തെ കൂടിയാട്ടം പോലെയുള്ള കൾച്ചറൽ ചേഞ്ചസിന്റെ ഒക്കെ പിക്ചേഴ്സ് ശേഖരിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആൽബം അല്ലെങ്കിൽ ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് ഡിജിറ്റൽ ആൽബം ആണെങ്കിൽ നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോട് കൂടിയിട്ട് ക്ലാസ്സിൽ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ബൈ ദ ബിഗിനിങ് ഓഫ് ദ 12th century, the rule of the Perumals disintegrated. Thus, the political unity of the regions under their rule was lost. Consequently, many nadus that were part of the Perumal kingdom became independent. അങ്ങനെ 12th centuryയുടെ തുടക്കമാകുന്ന സമയത്ത് പെരുമാൾ രാജവംശത്തിന് എന്തായി? പതുക്കെ ഡിസിന്റഗ്രേഷൻ സംഭവിച്ചു, നശിക്കാനായിട്ട് തുടങ്ങി. അതോടുകൂടിയിട്ട് അവരുടെ കീഴിലുണ്ടായിരുന്ന പല നാടുകളുടെയും പൊളിറ്റിക്കൽ യൂണിറ്റി, രാഷ്ട്രീയ ഏകത്വം ഐക്യം നഷ്ടമാവുകയും പല നാടുകളും ഓരോ നാടുകളായിട്ട് ഇൻഡിപെൻഡന്റ് ആവുകയും സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്തു. നാടുവാഴി സ്വരൂപം. ഇനി എന്താണ് നാടുവാഴി സ്വരൂപങ്ങൾ എന്ന് നോക്കാം. ദ നാട് that were part of the Perumal kingdom later came to be known as Naduvadi Swarupams, and these were under the control of the Naduvadis. അപ്പോൾ നാടുവാഴികളുടെ കൺട്രോളിൽ ഉണ്ടായിരുന്ന നാട് എന്തായി? പെരുമാൾ കിങ്ഡത്തിന്റെ ശേഷം നാടുവാഴി സ്വരൂപം എന്ന് അറിയപ്പെട്ടു. സ്വരൂപംസ് were self-governing regions that existed based on the
മരുമക്കത്തായം സിസ്റ്റം. അതായത് സ്വരൂപംസ്, നാടുവാഴി സ്വരൂപംസ് എന്ന് പറയുന്നത് എന്താണ്? അവരൊരു സെൽഫ് ഗവേണിംഗ് റീജിയൻസ് ആയിരുന്നു. അതായത് സ്വന്തമായിട്ട് എന്താ ചെയ്യുന്ന ഭരണം നടത്തി വരുന്ന ഒരു റീജിയൻസ് ആയിരുന്നു. അത് മരുമക്കത്തായത്തിന്റെ സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. മരുമക്കത്തായും മക്കത്തായും എന്താണെന്ന് നമുക്ക് നോക്കാം. ജോയിന്റ് ഫാമിലീസ് ബേസ്ഡ് ഓൺ ദ മരുമക്കത്തായം സിസ്റ്റം കൺട്രോൾഡ് ആസ് സ്വരൂപംസ്. ഈ മരുമക്കത്തായത്തെ ആശ്രയിച്ചു വരുന്ന ജോയിന്റ് ഫാമിലീസ്, അതായത് കൂട്ടുകുടുംബങ്ങളായിരുന്നു അന്നത്തെ സ്വരൂപങ്ങളെ, നാടുവഴി സ്വരൂപംസിനെ നിയന്ത്രിച്ചിരുന്നത്. എന്താണ് മക്കത്തായും മരുമക്കത്തായും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. മക്കത്തായം ആൻഡ് മരുമക്കത്തായം were the inheritance systems prevalent in ancient കേരള. ആദ്യ കേരളത്തിൽ ഉണ്ടായിരുന്ന എന്താണ് എന്താ പറയുക, ഇൻഹെറിറ്റൻസ് സിസ്റ്റം, അതായത് പരമ്പരാഗതമായിട്ട് കിട്ടിപ്പോരുന്ന എന്താ ഭരണം അല്ലെങ്കിൽ റൂൾ ചെയ്യാനുള്ള അവകാശം, അതിനെയാണ് മക്കത്തായും മരുമക്കത്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. മക്കത്തായം ഈസ് ദ സിസ്റ്റം ഓഫ് ഇൻഹെറിറ്റൻസ് ഫ്രം ഫാദർ ടു ചിൽഡ്രൻ, whereas മരുമക്കത്തായം വാസ് സിസ്റ്റം ബൈ വിച്ച് റൈറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് വാസ് പാസ് ടു ദ സൺസ് ഓഫ് ദ സിസ്റ്റർ ഇൻ ദ ഫാമിലി. അപ്പൊ മക്കത്തായം എന്ന് പറയുന്നത് അച്ഛനിൽ നിന്ന് മക്കളിലേക്ക് പിന്തുടർച്ചാവകാശം കിട്ടുന്നത്. മരുമക്കത്തായം എന്ന് പറയുന്നത് സിസ്റ്ററിന്റെ മക്കൾക്ക്, അതായത് സിസ്റ്ററുടെ സഹോദരിയുടെ മക്കളിലേക്ക് പാരമ്പര്യമായി കിട്ടുന്നതാണ് മരുമക്കത്തായം. The important നാടുവാഴി സ്വരൂപംസ് included കോളത്ത് നാട്, that means in കണ്ണൂർ, നെടിയിരുപ്പ് കോഴിക്കോട്, പെരുമ്പടപ്പ് in കൊച്ചി and തൃപ്പാപ്പൂർ in വേണാട്. With the expansion of നാടുവാഴി rule, the ജന്മി system became widespread. അപ്പം പ്രധാനപ്പെട്ട നാടുവാഴി സ്വരൂപങ്ങളാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. കോളത്ത് നാട് കണ്ണൂരാണ്, നെടിയിരുപ്പ് കോഴിക്കോടാണ്, പിന്നെ പെരുമ്പടപ്പ് കൊച്ചിയാണ്, തൃപ്പാപ്പൂർ വേണാടാണ്. ഈ നാടുവാഴി സിസ്റ്റത്തിന്റെ തുടർച്ചയായിട്ടാണ് ജന്മി സിസ്റ്റം വന്നത്. The ജന്മി system was the system that controlled the socio-economic and political spheres in medieval Kerala. മധ്യ കേരളത്തിലെ സാമൂഹികവും അതുപോലെ എക്കണോമിക്, സാമ്പത്തികവും പൊളിറ്റിക്കലും ആയിട്ടുള്ള, നമ്മളുടെ രാഷ്ട്രീയപരവുമായിട്ടുള്ള ആ നാടിനെ നിയന്ത്രിച്ചു വരുന്നിരുന്ന ഒരു സിസ്റ്റമാണ് എന്ത്? ജന്മി സിസ്റ്റം. The rise of നാടുവാഴി സ്വരൂപംസ് was the result of expansion of the ജന്മി സിസ്റ്റം. അപ്പൊ ഈ നാടുവാഴി സ്വരൂപങ്ങളുടെ എന്താണ് ഉയർച്ച കൊണ്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ആരംഭത്തോടെയാണ് ജന്മി സിസ്റ്റം വന്നിട്ടുള്ളത്. അതിന്റെ ഒരു ആവിർഭാവത്തോടു കൂടിയിട്ടാണ് ജന്മി സിസ്റ്റം വന്നിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം. ഇനി ഇവിടെ നമുക്ക് കേരളത്തിന്റെ മാപ്പ് തന്നിട്ടുണ്ട്. അതിൽ മേജർ നാടുവഴി സ്വരൂപംസ് കണ്ടോ? കോലത്ത് നാട്, നെടിയിരുപ്പ്, പെരുമ്പടപ്പ്, തൃപ്പാപ്പൂർ, അത് നാലും ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ നാഡ്സ് ഓഫ് മെഡീവൽ കേരളയും നമുക്ക് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. അതിന്റെ താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒബ്സർവ് മാപ്പ് 8.2 ആൻഡ് ലിസ്റ്റ് ദ മേജർ നാടുവഴി സ്വരൂപംസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ കേരള. നമ്മളിപ്പോൾ കണ്ട മാപ്പ് ഉണ്ടല്ലോ 8.2, അത് നോക്കിയിട്ട് പ്രധാനപ്പെട്ട നാടുവഴി സ്വരൂപംസ് കേരളത്തിൽ നിലനിന്നിരുന്നത് ഏതൊക്കെയാണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് കോലത്ത് നാട് സ്വരൂപമാണ്. അത് കണ്ണൂർ ബേസ് ചെയ്തിട്ടായിരുന്നു. നെടിയിരുപ്പ് സ്വരൂപം കോഴിക്കോടായിരുന്നു. പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചിയായിരുന്നു. പിന്നെ തൃപ്പാപ്പൂർ വേണാടായിരുന്നു. Now let's get familiarized more about the major നാടുവാഴി സ്വരൂപംസ്. ഈ ഓരോ നാടുവാഴി സ്വരൂപംസിന്റെയും, ഈ 4 നാടുവാഴി സ്വരൂപം നമ്മൾ പറഞ്ഞല്ലോ, ഈ ഓരോന്നിന്റെയും പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരുന്നെന്ന് നോക്കാം. ആദ്യത്തേത് കോലത്ത് നാട് സ്വരൂപമാണ്. റൂൾഡ് ഫ്രം കണ്ണൂർ ആസ് ഇറ്റ് സെന്റർ. കണ്ണൂർ കേന്ദ്രമായിട്ടായിരുന്നു കോലത്ത് നാട് സ്വരൂപം ഭരിച്ചിരുന്നത്. ദ റൂളർ വാസ് നോൺ ആസ് കോലത്തിരി. അവിടെ ഭരിച്ചിരുന്ന ഭരണാധികാരിയെ കോലത്തിരി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. നെടിയിരുപ്പ് സ്വരൂപം റൂൾഡ് ഫ്രം കോഴിക്കോട് ആസ് ഇറ്റ് സെന്റർ. കോഴിക്കോട് കേന്ദ്രമായിട്ട് വന്നിരുന്നതായിരുന്നു നെടിയിരുപ്പ് സ്വരൂപം. ദ റൂളർ വാസ് നോൺ ആസ് സാമൂതിരി. അവിടത്തെ റൂളർ, ഭരണാധികാരിയെ സാമൂതിരി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ദ ഫെയിം ഓഫ് സാമൂതിരി റേസ്ഡ് ആഫ്റ്റർ ദ ഹാഡ് ബീൻ become the protector, രക്ഷാപുരുഷ ഓഫ് ദ മാമാങ്കം ഫെസ്റ്റിവൽ. അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ആഘോഷമായിരുന്നു മാമാങ്കം. അതിന്റെ രക്ഷാപുരുഷ സ്ഥാനം കിട്ടിയതോട് കൂടിയിട്ട് സാമൂതിരി എന്തായി? അദ്ദേഹത്തിന്റെ പ്രശസ്തി ഉയരുകയാണ് ചെയ്തത്. അടുത്ത നാടുവാഴി സ്വരൂപം പെരുമ്പടപ്പ് സ്വരൂപമാണ്. ദ കൊടുങ്ങല്ലൂർ റീജിയൻ ബിക്കെയിം പെരുമ്പടപ്പ് സ്വരൂപം. ഇന്നത്തെ കൊടുങ്ങല്ലൂർ റീജിയൻ ആണ് പെരുമ്പടപ്പ് സ്വരൂപം ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ പെരുമ്പടപ്പ് സ്വരൂപം കൊടുങ്ങല്ലൂരിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇറ്റ് വാസ് ലേറ്റർ നോൺ ആസ് ദ കൊച്ചി റോയൽ ഫാമിലി. ഈ സ്വരൂപം പിൽക്കാലത്ത് കൊച്ചി റോയൽ ഫാമിലി എന്നറിയപ്പെട്ടു. 4ാമത്തെ സ്വരൂപമാണ് തൃപ്പാപ്പൂർ സ്വരൂപം. അത് വേണാടായിരുന്നു ഉണ്ടായിരുന്നത്. സ്വരൂപം സിറ്റുവേറ്റഡ് അറ്റ് സദേൺ പാർട്ട് ഓഫ് കേരള. കേരളത്തിന്റെ സൗത്ത് ഭാഗത്ത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു റൂളിംഗ് എന്തായിരുന്നു, റീജിയൻ ആയിരുന്നു ഈ തൃപ്പാപ്പൂർ സ്വരൂപം എന്ന് പറയുന്നത്. ലേറ്റർ ഇറ്റ് ഇവോൾവ് ഇൻ ടു ദ പവർഫുൾ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ. ഈ തൃപ്പാപ്പൂർ സ്വരൂപമാണ് പിൽക്കാലത്ത് ഏറ്റവും പ്രശസ്തമായ തിരുവിതാംകൂർ രാജഭരണം എന്ന് കേട്ടിട്ടില്ലേ, ട്രാവൻകൂർ ആയിട്ട് എന്തായത് പരിണമിച്ചത് അല്ലെങ്കിൽ ഇവോൾവ് ചെയ്തത്.
Wayanad developed into the powerful princely state of Travancore during the reign of അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്താണ് വേണാട് എന്തായി മാറിയത്? ഏറ്റവും എന്താ പറയാ, തിരുവിതാംകൂറിലെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രബലമായിട്ടുള്ള നാട്ടുരാജ്യമായിട്ട് മാറിയത്. ഇറ്റ് വാസ് ശക്തൻ തമ്പുരാൻ ഹു ട്രാൻസ്ഫോംഡ് ദ പെരുമ്പടപ്പ് സ്വരൂപം ഇൻ ടു ദ കൊച്ചി കിങ്ഡം. കൊച്ചി കിങ്ഡം ആക്കിയിട്ട് പെരുമ്പടപ്പ് സ്വരൂപത്തെ മാറ്റിയത് ആരായിരുന്നു? ശക്തൻ തമ്പുരാനായിരുന്നു. ഒബ്സർവ് സം ഓഫ് ദ റിഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മാർത്താണ്ഡവർമ്മ ആൻഡ് ശക്തൻ തമ്പുരാൻ ഗിവൺ ബിലോ. ഇനി ശക്തൻ തമ്പുരാനും മാർത്താണ്ഡവർമ്മയും കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് എന്താ പറയാ റിഫോംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുന്നേ ആയിട്ട് നമുക്ക് മാമാങ്കം എന്താണെന്ന് നോക്കാം. നോക്കൂ, Mamangam was a festival celebrated once every 12 years on the banks of the Bharatapuzha at Tirunavaya. തിരുനാവായയിലുള്ള ഭാരതപ്പുഴയുടെ തീരത്ത് വെച്ചിട്ട് 12 വർഷം കൂടുമ്പോൾ നടത്തി വരുന്ന വളരെ പ്രബലമായിട്ടുള്ള ഒരു ഉത്സവമാണ് മാമാങ്കം. ദ Zamorin later seized the protectorship means രക്ഷാപുരുഷ ഓഫ് മാമാങ്കം ഫ്രം വള്ളുവ കോണാതിരി, ദ റൂളർ ഓഫ് വള്ളുവനാട്. വള്ളുവനാടിലെ ഭരണാധികാരിയായിരുന്ന വള്ളുവ കോണാതിരിയിൽ നിന്ന് പിന്നീട് ഈ മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം നേടിയെത്തത് ആരാണ്? സാമൂതിരിയാണ് കേട്ടോ. ഇനി നമുക്ക് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് റിഫോംസ് എന്തൊക്കെയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സപ്രസ്ഡ് ദ മാഡംബീസ് ആൻഡ് 8 വീട്ടിൽ പിള്ളമാർ, ദ പവർഫുൾ ലാൻഡ് ലോർഡ്സ്. പ്രബലമായിട്ടുള്ള ജന്മിമാരായ മാടമ്പിമാരെയും 8 വീട്ടിൽ പിള്ളമാരെയും അടിച്ചമർത്തി അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്തു. മെഷേർഡ് ആൻഡ് സർവൈഡ് ദ ലാൻഡ് ഇൻ ദ കിങ്ഡം. രാജ്യപരിധിയിലുള്ള ഭൂമികളൊക്കെ അളന്ന് തിട്ടപ്പെടുത്തി. പെർഫോംഡ് തൃപ്പടിദാനം നടത്തിയതും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഇനി ശക്തൻ തമ്പുരാൻ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ നോക്കാം. സപ്രസ്ഡ് ദ നാടുവാഴികളെ അടിച്ചമർത്തി. എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡ് സെന്റേഴ്സ്, പുതിയ വ്യാപാര കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തു. ഇനീഷ്യേറ്റഡ് ദ തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചതും ശക്തൻ തമ്പുരാനാണ്. ഇനി നമുക്ക് എന്താണ് തൃപ്പടിദാനം എന്ന് നോക്കാം. ഓൺ January 3, 1750 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ പെർഫോംഡ് തൃപ്പടിദാനം. 1750 ജനുവരി 3 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം എന്ത് ചെയ്തത്? നടത്തിയത്. He surrendered his sword, the symbol of his authority, to Sri Padmanabha, the family deity of Travancore, and became a Padmanabha Dasa, that means servant of Lord Padmanabha. അനിഴം തിരുനാൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ അതോറിറ്റിയുടെ സിമ്പൽ ആയിട്ടുള്ള വാള് എന്ത് ചെയ്തു? പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പത്മനാഭ സ്വാമിക്ക് കാഴ്ചവെക്കുന്ന ഒരു ആചാരമായിരുന്നു ഇത്. ദിസ് ഇസ് നോൺ ആസ് തൃപ്പടിദാനം. ഇതാണ് തൃപ്പടിദാനം എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. ദിസ് വാസ് പാർട്ട് ഓഫ് ദ ചേഞ്ചസ് മാർത്താണ്ഡവർമ്മ ബ്രോട്ട് അബൌട്ട് ഹിസ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രാവൻകൂർ ടു കൗണ്ടർ ദ എക്സസീവ് ത്രെറ്റ് ഫ്രം ലാൻഡ് ലോർഡ്സ്. ജന്മിമാരിൽ നിന്നുള്ള അല്ലെങ്കിൽ ഭരണം നടത്തുന്നവരുടെ അമിതമായിട്ടുള്ള ഭൂപ്രഭുത്വ ഭീഷണിയെ നേരിടുന്നതിന് എതിരെയാണ് അദ്ദേഹം ഇത് ചെയ്തത്. അല്ലെങ്കിൽ അവരുടെ ഭൂപ്രഭുത്വത്തിന് ഒരു അതിര് വരുത്തുക അല്ലെങ്കിൽ ഒരു ലിമിറ്റ് വെക്കുക എന്നുള്ള രീതിക്കാണ് അദ്ദേഹം ഈ തൃപ്പടിദാനം കൊണ്ടാടിയത്. Kerala, once part of the ancient Tamilagam, emerged as a distinct political region under the rule of the Perumals. ഏൻഷ്യൻ തമിഴകത്തിൽ ഉണ്ടായിരുന്ന കേരള അതിൻ്റെ ഒരു പാർട്ടായിരുന്നു. അപ്പോൾ പെരുമാക്കന്മാരുടെ ഭരണത്തോടു കൂടിയിട്ട് വളരെ വലിയ എന്തുണ്ടായി? ഒരു ഡിസ്റ്റിങ് പൊളിറ്റിക്കൽ റീജിയൻ ആയിട്ട് കേരളം മാറി. കേരളത്തിന് മാത്രമായിട്ട് ഒരു പ്രത്യേക രാഷ്ട്രീയ മേഖല രൂപം കൊണ്ടുവന്ന് നമുക്ക് പറയാം. ബട്ട് ദ കൊളാപ്സ് ഓഫ് പെരുമാൾ റൂൾ ലെഡ് ടു ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദിസ് പൊളിറ്റിക്കൽ യൂണിറ്റി. എന്നാൽ പെരുമാൾ ഭരണത്തിന്റെ തകർച്ച, അവരുടെ ഡിസിൻറ്റഗ്രേഷൻ ഈ പൊളിറ്റിക്കൽ യൂണിറ്റിയെ, രാഷ്ട്രീയ ഐക്യത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ദ എമർജൻസ് ഓഫ് ഇൻഡിപെൻഡന്റ് ആൻഡ് ഓട്ടോണോമസ് നാടുവാഴി സ്വരൂപം സിഗ്നിഫിക്കൻ്റ്ലി ആൾട്ടേർഡ് ദ സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഓഫ് മിഡീവൽ കേരള. അന്നത്തെ കാലത്ത് നാടുവാഴി സ്വരൂപങ്ങൾ ഉണ്ടാക്കിയതോട് കൂടിയിട്ട് എന്തായത് മക്കളെ? സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഇല്ലാതാവുകയാണ്. അല്ലെങ്കിൽ ഓരോ നാടുവാഴി സ്വരൂപം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവർ ഒരു സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലെയായിരുന്നു അല്ലെ. അപ്പോൾ ഇതിന്റെ ഐക്യമില്ലാതായി, അല്ലെങ്കിൽ കേരളത്തിന്റെ സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ യൂണിറ്റ് ഇല്ലാതാക്കി എന്ന് പറയുന്നതിലേറെ ഈ സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സിന്റെ ബന്ധങ്ങളെ മുറിച്ചു മാറ്റി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആവുക. Later, the princely states that evolved from these നാടുവാഴി സ്വരൂപംസ് were unified to form the modern state of Kerala. പിന്നീട് ഈ നാടുവാഴി സ്വരൂപങ്ങളിൽ നിന്ന് ഉടലെടുത്ത നാട്ടുരാജ്യങ്ങളെല്ലാം കൂടെ യുണൈറ്റ് ചെയ്തിട്ട്
അല്ലെങ്കിൽ ഒരുമിച്ചിട്ട് പുതിയ ഇന്നത്തെ കേരളം രൂപം കൊണ്ടു എന്ന് വേണം നമ്മൾ പറയാൻ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിലെ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ്. എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് എഴുതാനായിട്ടൊന്നുമില്ല. ആദ്യത്തേതൊരു ഡിജിറ്റൽ ആൽബം പ്രിപ്പയർ ചെയ്യാനാണ്, പിന്നെ ഒരു സെമിനാർ ആണ്. അത് നിങ്ങൾക്ക് ക്ലാസ്സിൽ അവതരിപ്പിക്കാം, ഗ്രൂപ്പ് വൈസ് ആയിട്ട് അവതരിപ്പിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആവുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഒരു സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരു മെഗാലിത്തിക് മോണുമെന്റ്സിന്റെ ഒരു മോഡൽസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ അത് ഡിസ്പ്ലേ ചെയ്യാനും സ്കൂളിൽ ഡിസ്പ്ലേ ചെയ്യാനും വേണ്ടിയിട്ടാണ്. പിന്നെ അന്നത്തെ ഇൻഫോർമേഷൻസ് ഒക്കെ കിട്ടുന്ന രീതിയിൽ, അതായത് പെരുമാൾ റെയിനിന്റെ അല്ലെങ്കിൽ അവരുടെ പെരുമാക്കന്മാരുടെ അന്നത്തെ ഭരണത്തെ കുറിച്ചുള്ള പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് ആൽബം ആക്കാൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സ്കൂളിൽ പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് അതിന്റെ ആർക്കിടെക്ചറും സ്കൾപ്ചറും പെയിന്റിങ്ങും ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കും ഡാൻസും മ്യൂസിക്കും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇത് കാര്യമായിട്ട് എഴുതാനില്ല, നിങ്ങൾക്ക് അധികം പ്രസന്റേഷൻ ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത ഈ ആക്ടിവിറ്റീസൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്